വിഴിഞ്ഞത്ത് യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് റിമാൻഡിൽ. വിഴിഞ്ഞത്ത് യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം പൊടിയണിവിള വീട്ടിൽ അഭിലാഷിന്റെ ഭാര്യ വിഘ്നേശ്വരിയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഭിലാഷ് മദ്യപിച്ചെത്തി നിരന്തരം ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും ഇതിൽ മനം നൊന്ത് ജീവനൊടുക്കുകയാണെന്നും എഴുതിയ വിഘ്നേശ്വരിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അഭിലാഷിനെ അറസ്റ്റ് ചെയ്തത്. വിഘ്നേശ്വരിയുടെ ഫോണിലും ശാരീരിക പീഡനത്തിന്റെ തെളിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 2 ദിവസം മുമ്പായിരുന്നു ഇരുവരുടെയും 2ാം വിവാഹ വാർഷികം. നാഗർകോവിൽ സ്വദേശികളായ നാഗരാജൻ കലാദമ്പതികളുടെ മകളായ വിഘ്നേശ്വരിയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയം വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. അഭിലാഷിന്റെ പിതാവ് ചന്ദ്രൻ സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. വിഘ്നേശ്വരി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയൽവാസിയുടെ സഹായത്തോടെ വീടിന്റെ ജനലിന്റെ ഗ്ലാസ് തകർത്ത് നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തൻ്റെ ഫോൺ പരിശോധിക്കണമെന്നും അതിൽ എല്ലാ തെളിവുമുണ്ടെന്ന് വിഘ്നേശ്വരി ആത്മഹത്യാക്കുറിപ്പിലൂടെ പറഞ്ഞിരുന്നു. മുമ്പ് അഭിലാഷ് മർദ്ദിച്ചതിൻ്റെ പാട് ഫോട്ടോ എടുത്ത് ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സോറി, ഇനി വീട്ടിൽ നിൽക്കാനാകില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അച്ഛൻ ഹൃദ്രോഗിയായതുകൊണ്ട് ഇതൊന്നും പുറത്തു പറഞ്ഞില്ല എന്നും കുറിപ്പിലുണ്ട്.